ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. ലോക ഫുട്ബോളിൻ്റെ മിശിഹയും അർജന്റീനയും ലോക ചാമ്പ്യന്മാരായിട്ട് ഇന്നേക്ക് 2 ആണ്ട് തികയുകയാണ്. അതെ, തുടക്കം പിയച്ച അർജന്റീനയ്ക്ക് ഒടുക്കം വിജയിച്ച ആ ദിനം ഇന്നാണ്, ഡിസംബർ 18. അർജന്റീനയും ലയണൽ മെസ്സിയും ലോകകപ്പ് ഉയർത്തിയ ആ രാവ്, അർജന്റീന കുപ്പായത്തിൽ 3-ാം നക്ഷത്രം പിറന്ന ദിവസം. ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലേറ്റ തോൽവിയിൽ അർജന്റീന ആരാധകർക്കും താരങ്ങൾക്കും ഏറെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു. എന്നാൽ പിന്നീട് തിരിച്ചുവരവിൻ്റെ കഥയായിരുന്നു. തോൽവിയില്ലാതെ അർജന്റീന രാജാക്കന്മാരാവുകയായിരുന്നു. തുടക്കം മെക്സിക്കോയെ പഞ്ഞിക്കിട്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് വിജയങ്ങളുടെ ആഘോഷമായിരുന്നു. 2014 ലോകകപ്പിൽ കരഞ്ഞു മടങ്ങിയ ഫൈനലിന് ശേഷം ആഹ്ലാദമാർന്നൊരു ലോകകപ്പ് ഫൈനൽ. നെഞ്ചിടിപ്പോടെയല്ലാതെ അർജന്റീന ആരാധകർ ആ കളി കണ്ടു തീർത്ത് കാണില്ല. കാരണം ആദ്യം അടിച്ചത് അർജന്റീനയാണ്. 2 ഗോളുകളായിരുന്നു അർജന്റീന ലീഡ് ഉയർത്തിയത്. 2-ാം പകുതിയിൽ കിടിലൻ തിരിച്ചുവരവോടെ കിലിയൻ എംബാപ്പെ. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ ലയണൽ മെസ്സിയുടെ ഗോൾ. പക്ഷേ വീണ്ടും കിലിയൻ എംബാപ്പെ. കളി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക്. മത്സരം അർജന്റീനയ്ക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എന്നും രക്ഷകനായി എമിലിയാനോ മാർട്ടിനസ് വല കാക്കാനുണ്ട്. എന്നാൽ പ്രതീക്ഷകൾ ഒട്ടും കുറക്കാതെ തന്നെ ലോറിസും അപ്പുറത്തുണ്ട്. തുടർച്ചയായ 2-ാം ലോക കിരീടമാണ് ഫ്രാൻസിൻ്റെ സ്വപ്നം. എന്നാൽ തച്ചുടച്ച അർജന്റീന ലോക ചാമ്പ്യന്മാരായി. എമിലിയാനോ മാർട്ടിനസ് തുടക്കമിട്ട സേവിന് ഗോൺസാലോ മോണ്ടിൽ ഗോളിലൂടെ ഒടുക്കമിട്ടപ്പോൾ വിജയം അർജന്റീനക്കൊപ്പമെത്തി. ഇന്ന് അതിന് 2 ആണ്ട് തികയുന്നു. പുതിയൊരു ലോകകപ്പിന് 2026 തുടക്കമിടും. അവിടെയും ലയണൽ മെസ്സിയും എംബാപ്പയും കൊമ്പു കോർക്കാനുണ്ടാവട്ടെ എന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോകുന്നു. അത്രയും മനോഹരമായൊരു ഫൈനൽ 2022 ഡിസംബർ 18 രാത്രിയിൽ. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തും.